എടാ നീ ഒന്ന് എനിക്കൊരു ആൻസർ തരണം. ഓക്കെ? നമ്മുടെ ഫാമിലി അല്ലാതെ, നമ്മുടെ റിലേറ്റീവ്സ് അല്ലാതെ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലാതെ നമ്മളെ ഭയങ്കര കെയർ ചെയ്യുന്ന ചിലവരുണ്ട്. ആരാന്നറിയോ? ജീവനുണ്ടോ? ജീവനുണ്ട്. വീട്ടിലെ എട്ടുകാലിന്നൊന്നും പറയല്ലേ കേട്ടോ. ജീവനുണ്ട്, വീട്ടിലുമാണ്. വീട്ടിലാണ് നമ്മളെ സ്നേഹിക്കുന്നേ. ആ, ചെടികളല്ല. ആ ചെടികളും ആവാം. ചെടികൾക്കും സ്നേഹമുണ്ട്. ആ, ഇവിടെ ഉണ്ടോ? ഉണ്ട്. എന്റെ ഉണ്ടോ? വീട്ടിലുണ്ട്. ഉണ്ടായിരുന്നു. ഓക്കെയോ? നീ ഭയങ്കര ഫോണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാന്നോ? അതെ, ഇപ്പൊ ഇല്ലാത്ത. ബബിൾസ് ആൻഡ് വേവ്സിന്റെ കാര്യമാണോ നീ പറയുന്നത്? അതെ, അതെ, അതെ. ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട് നീ അത് പറഞ്ഞതെല്ലാം. പക്ഷെ അതിന്റെ സങ്കടം മാറ്റാൻ ഇപ്പൊ രഞ്ജുവിന്റെ അടുത്ത് കൊറേ ഉണ്ട്. അതെ, അതെ. അതിന് ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ഇല്ലേ, വീട്ടിൽ വരുന്ന ബേബി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ബേബിയുടെ ഭയങ്കര സ്നേഹം കൊണ്ട് എനിക്ക് തന്നതാണ് ഒരു വലിയൊരു ഫിഷ് ബോളും അതിൻ്റെ അകത്ത് കുറേ മീനുകളും. എൻ്റെ ടൈം ഇപ്പൊ പോകുന്നത് മുഴുവൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നിട്ടാ. എങ്ങനെ സമയം പോകുന്നതല്ലേ, എന്തൊരു സന്തോഷാ മനസ്സിന്. ശരിയാ, വീട്ടിൽ എന്തെങ്കിലും ഒരു ആനിമല്, എന്തെങ്കിലും ഏത് ഫോം ആയാലും ഉണ്ടെങ്കിൽ എന്തൊരു രസാട്ടോ. അതെ, അവരുടെ ഒരു സ്നേഹം, പിന്നെന്താ ഒരു അറ്റൻഷൻ, എപ്പോഴും തരുന്ന ഒരു അറ്റൻഷൻ. ഇതിലേ പോയാൽ രാവിലെ എണീറ്റ് വന്ന മൂമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഓടി നമ്മളടുത്ത് വരും. അതെ. ഇത് പറയുമ്പോഴാണ് കോവിഡ് ടൈമില് ഞാൻ നാട്ടിൽ പോയപ്പോ ഞങ്ങൾക്ക് അവിടെ ജൂലി എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇല്ല, ജൂലി എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. രാവിലെ അങ്ങോട്ട് ഡാഡി ഡോറ് തുറന്ന ഓടി വരും. മേളില് ഞങ്ങൾ കിടക്കുക, അവിടെ പോയി ഞാൻ എണീറ്റിട്ടുണ്ടാവും, പിള്ളേർ ഉറക്കമായിരിക്കും, വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ 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 ചെയ്തിട്ട് രണ്ടുപേരെ എണീപ്പിക്കും. അതോ ചാടി മറിഞ്ഞ് എന്തെങ്കിലും അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ടോ അതിലുണ്ട്. എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ശരിക്കും പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്നേഹത്തിന്, നമ്മുടെ ഒരു മൂഡ് എലിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യമാണ്. ഇത് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ എന്തോരം മാറി മറിയോ അല്ലേ. ആണ്. മോള് ഒരു ബർത്ത്ഡേക്ക് ചോദിച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു ആക്ച്വലി ബബിൾസ് ആൻഡ് വേവ്സ്. ഓക്കെ. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, കുട്ടിയോള് ചെറുതാവുമ്പം അവർക്ക് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കൊടുക്കാൻ മാത്രം ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞി പെറ്റ്, പപ്പി ആയാലും ഒരു കിറ്റനോ ബേർഡ്സോ എന്തുണ്ടെങ്കിലും കുട്ടികള് ബേസിക് കാര്യങ്ങൾ, അതായത് ഒന്ന് ടൈമിന് അവർക്ക് ഫുഡ്, അല്ലേ? ആ ഒരു കാര്യം അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനവുമായിട്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി നമ്മളെ വീട്ടിലേക്ക് ബബിൾസിനെയും വേവ്സിനെയും കൊണ്ടുവന്നിട്ടോ. ശരിക്കും നമ്മൾ ഫോൺ യൂസേജിനെ പറ്റി പറയുന്നത് പോലെ കുറച്ചു നേരം ഈ ഫോണിൽ മാത്രം അഡിക്ഷൻ ആവാതെ ഒന്ന് മാറ്റി വെച്ച് ശരിക്കും നമ്മൾ ഈ ജീവനുള്ള സാധനത്തിന്റെ അടുത്ത് കുറച്ചു നേരം അവരെ ഒബ്സർവ് ചെയ്യുകയും ആ കളിയും വന്നിങ്ങനെ വാലിൽ തോണ്ടുക, അപ്പത്തേക്കിനും അത് ഓടിപ്പോയി പിന്നെ തിരിച്ചു വന്ന് തോണ്ടുക, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം മണിക്കൂറുകളാ പോകുന്നത്. നമ്മൾ ഫോണിൽ ശരിക്കും തൊടാൻ പോലും ഇപ്പം മറന്നു പോകുന്നു അല്ലേ. അതെ, അതെ. പിന്നെ ബേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേജിലാണെങ്കിലും ശരി, അവര് സംസാരിക്കുന്ന പാരറ്റ്സ് അങ്ങനെ കുറേ ഇല്ലേ ഇപ്പം. അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ടൈം നമ്മള് വളരെ പോസിറ്റീവ്ലി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതെ. കുഞ്ഞു കുഞ്ഞു ആനിമൽസിന്റെ കൂടെ നിൽക്കുമ്പം. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു കുഞ്ഞി ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു. ഉം. അതും നമുക്ക് ഈസിലി നോക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ബൂസ്റ്റ്, അത് ഭയങ്കര രസാണ് ട്ടോ. അതെ. അതുപോലെ ഈ ഡോഗ്സിനെയൊക്കെ ഇല്ലേ, നമ്മളിപ്പം മോർണിംഗ് വാക്ക്, ഇപ്പൊ രാവിലെ ആൾക്കാര് പണ്ടൊക്കെ തന്നെത്താനെ വാക്ക് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ നമ്മള് കാണുമ്പത്തേക്കിനും പെറ്റ്സിനെയും കൂടെ എടുത്തിട്ടാണ് അവര് വാക്ക് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ കാണുമ്പില്ലേ, ഞാൻ ശരിക്കും നിന്ന് എനിക്ക് ഇങ്ങനെ നോക്കാനുണ്ട്. പക്ഷെ ഡോഗ്സിനെ ആക്ച്വലി വീട്ടിൽ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനിമലാണ് ഡോഗ്. പക്ഷെ വീട്ടിൽ വെക്കാത്ത എന്താന്ന് പറയുക, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇവരെ എവിടെയെങ്കിലും ഒരു കെയർ പോലെ വെക്കാനൊന്നും നമുക്കിപ്പോൾ ഇവിടെ അത്ര സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പിള്ളേരിങ്ങനെ പുറകെ നടക്കുക, ഒരു പപ്പിയെ വാങ്ങിത്തരുമോ പപ്പിയെ വാങ്ങിത്തരുമോ എന്ന് പറഞ്ഞിട്ട്. ഐ ആക്ച്വലി വോണ്ട് ടു ഡൂ ദാറ്റ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളൊരു 4-5 ദിവസം വീട്ടിലില്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാൻ വേറെ ആരെങ്കിലും വരണം. അപ്പോൾ അതൊക്കെ ഒരു ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്.
അല്ല, പെറ്റ്സ് ഉണ്ടാവേണ്ടത് നമുക്ക് സന്തോഷം രസമൊക്കെയാ. പക്ഷെ അവരെ നന്നായി നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കറക്റ്റ്, കറക്റ്റ്. അല്ലെ? ഇപ്പൊ നീ പറഞ്ഞ പോലെ പ്രോപ്പർ വാക്സിന് കൊണ്ടുപോയാൽ അവർക്കും എക്സസൈസ്, നമുക്കും. പിന്നെ ആ റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യാണ് അവർക്കും നമുക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മളെ സന്തോഷത്തിന് നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ വീട്ടിൽ ഒരു റൂമിലൊക്കെ അടച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാതെ അവരെ മര്യാദയ്ക്ക് അവർക്കുള്ള എക്സസൈസ്, അവർക്കും ഉണ്ടല്ലോ ഒരു ജീവനല്ലേ, നീഡ്സ്, അതിനൊക്കെ നന്നായിട്ട് നോക്കുക. പിന്നെ രഞ്ജു പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ, നിങ്ങൾ എപ്പോഴും കൊണ്ടുപോയ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രോപ്പർ വാക്സിനേഷൻസ് ഒക്കെ ഇല്ലേ? അതൊക്കെ വേണം. അതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞ് അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഇപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആർക്ക് അസുഖം വന്നാലും നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നോ, അവർക്കാണെങ്കിൽ മനുഷ്യരാകുമ്പോൾ നമുക്ക് സംസാരിക്കാനെങ്കിലും പറ്റും. പക്ഷേ ഈ പെറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആക്ച്വലി ഡബിൾ കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഇനഫ് വാക്സിനേഷൻ എടുക്കുക, അതുപോലെ എന്ത് അസുഖം വന്നാലും അതിനുള്ള ട്രീറ്റ്മെന്റ്. ആക്ച്വലി ജൂലിയം വെച്ച് ഡാഡി മമ്മിയും അതുപോലെ ഒത്തിരി പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവളുടെ ടുവേർഡ്സ് എൻഡ് ഫുൾ ട്രീറ്റ്മെന്റും എല്ലാം ആയിരുന്നു. എക്സ്റേ എടുക്കുക, എല്ലാം ഉണ്ടായിരുന്നു. അതെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടാവുമ്പോ പെറ്റ്സ് നമ്മളെക്കാളും വളരെ പ്രൊട്ടക്റ്റീവാ. അതെ. അല്ലേ? എത്ര ഒരാള് പുറത്ത് വന്നാ അവര് ശ്രദ്ധിക്കും. ഈവൻ നമ്മുടെ വീട്ടിന്റെ അകത്ത് അവരുടെ ഫേവറേറ്റ് ഒരു കുഞ്ഞി കുട്ടികളല്ല വെച്ചാൽ അവരും ഈ ആനിമൽസുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അവരോടൊന്ന് ദേഷ്യപ്പെട്ടാ ഇവരുടെ മൂഡ് ചേഞ്ച് ആവും. അവര് നമ്മളെ അഗെയിൻസ്റ്റ് വരും. സത്യം. അവർക്ക് ഭയങ്കര സ്നേഹാണ്. അപ്പൊ ഇത്രയും സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അവരെ വീട്ടിലൊന്ന് വേണം, കൂടെ ഒന്ന്. അപ്പൊ നല്ല സൗകര്യമുള്ളവർക്ക് നല്ല സുഖമായിട്ട് നോക്കാൻ പറ്റും വീട്ടിൽ കുറെ മെമ്പേഴ്സ്. ഇല്ലാത്ത പോലെ ആവുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെറ്റ്സ് ഇല്ലാണ്ടാവണേ. രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ ബ്രദേഴ്സിനും മമ്മിക്കും ഒക്കെ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടാട്ടോ. അതായത് പ്രത്യേകിച്ച് അവര് നോക്കും ചെയ്യും നല്ലോണം. പക്ഷെ അവര് മരിക്കുമ്പോ ആ സോറോ അതൊന്നും ഈസി അല്ല ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങളുടെ റീസെന്റ് ആയിട്ട് വീട്ടില് ജൂലിയാണ് പോയത്. അയ്യോ ഭയങ്കര സങ്കടം. പ്രത്യേകിച്ച് അനിയത്തിയുടെ മോള് റിക്കവർ ആയിട്ടും ഇല്ല. അതുപോലെ അവളെ വീട്ടിൽ വിളിക്കുന്ന പൊന്നു എന്നാട്ടോ. അപ്പൊ പൊന്നു ഇപ്പൊ എപ്പോഴും എന്താ പറയുന്നതെന്ന് അറിയോ, പൊന്നു എന്ന് വിളിക്കാൻ പാടില്ല, പൊന്നു പട്ടീന്ന് വിളിക്കണം. എന്താന്ന് പറഞ്ഞാൽ ജൂലിയെ അത്രയ്ക്കും മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവള് കുഞ്ഞായതുകൊണ്ട് അവൾക്ക് ഈ പട്ടിയോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് പൊന്നുപട്ടി എന്ന് വിളിച്ചാൽ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഈ പട്ടീന്ന് വിളിക്കാൻ പറ്റത്തില്ലാത്തോണ്ട് പൊന്നു പൊന്നു പപ്പി, പൊന്നുകുട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ച് ഒന്ന് സമാധാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ നല്ല ബ്ലെസ്ഡ് ഡേയ്സ്, ഹാപ്പി ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ കുട്ടി കുട്ടി പെറ്റ്സ്. അപ്പൊ അതുള്ളവര് ദേ ആർ സോ ബ്ലെസ്ഡ്. ഓക്കെ, അവരെ നന്നായിട്ട് നോക്കുക. ഉറപ്പാ നോക്കും. ഉള്ളവരെല്ലാരും ജനറലി നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പം വി വിഷ് യു ഓൾ എ വെരി ഹാപ്പി ബ്ലെസ്ഡ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Rengo.